നമസ്കാരം, ഞാൻ ഡോക്ടർ ആതിര രവീന്ദ്രൻ. ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുവാൻ പോകുന്നത് കൺതടങ്ങളിലെ കറുപ്പ് നിറം അഥവാ പെരി ഓർബിറ്റൽ ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറിച്ചാണ്. ഡാർക്ക് സർക്കിൾസ് എന്ന പേരിലാണ് ഇത് സാധാരണയായി അറിയപ്പെടുന്നത്. ഈ അവസ്ഥ മുഖത്തിന് ക്ഷീണവും ഊർജ്ജസ്വലതക്കുറവും തോന്നിപ്പിച്ചേക്കാം. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ ഏതു പ്രായക്കാരിലും ഇത് കാണാവുന്നതാണ്. എന്നിരുന്നാലും 20 മുതൽ 40 വയസ്സിനിടയിലുള്ളവരിലാണ് ഇത് ഏറ്റവും കൂടുതലായി കാണുന്നത്. ഇനി ഡാർക്ക് സർക്കിൾസ് എന്ന അവസ്ഥയിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനമായി മെലാനിൻ എന്ന കറുത്ത നിറം നൽകുന്ന വസ്തു കൺതടങ്ങളിലെ ചർമ്മത്തിൽ അടിഞ്ഞുകൂടുന്നതാണ്. ഇതിനു പുറമെ കണ്ണിന് താഴെ മധ്യഭാഗത്തോട് ചേർന്ന് ഒരു ചെറിയ കുഴു രൂപപ്പെടുന്നു. ഈ കുഴുവിൽ ചുറ്റുമുള്ള ഭാഗത്തു നിന്ന് നിഴൽ വീഴുമ്പോൾ അവിടെ കൂടുതൽ കറുപ്പ് നിറം തോന്നുന്നു. സാധാരണയായി പ്രായമേറുന്നതിനനുസരിച്ച് ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകൾ, ചർമ്മത്തിന്റെ കട്ടി കുറവ്, കൂടാതെ ചർമ്മത്തിനടിയിലുള്ള ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പിന്റെ അളവ് കുറയുന്നതാണ് ഇതിലേക്ക് നയിക്കുന്നത്. മറ്റൊരു ഘടകം ചർമ്മത്തിന്റെ അടിയിലുള്ള രക്തക്കുഴലുകൾ കൂടുതൽ തെളിഞ്ഞു കാണുന്നതാണ്. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ ഒന്നു മാത്രമായോ അല്ലെങ്കിൽ ഇവ കൂടിച്ചേർന്നോ ഡാർക്ക് സർക്കിൾസ് എന്ന അവസ്ഥയിലേക്ക് എത്താവുന്നതാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ? തീർച്ചയായും. കൈവിരലുകൾ കൊണ്ട് കൺതടങ്ങളിലെ ചർമ്മം ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ കറുപ്പ് നിറം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് മെലാനിൻ അടിഞ്ഞുകൂടുന്നത് കൊണ്ടും, എന്നാൽ വലിച്ചു പിടിക്കുമ്പോൾ ആ കുഴിവ് കുറയുകയും കറുത്ത നിറം നേർത്തതായി കാണുന്നുണ്ടെങ്കിൽ അത് കുഴിവ് കൊണ്ടും, നീല നിറമാണ് കൂടുതൽ തെളിഞ്ഞു കാണുന്നതെങ്കിൽ അത് രക്തക്കുഴലുകളുടെ പ്രത്യേകത കൊണ്ടുമാണ്. പലപ്പോഴും ഡാർക്ക് സർക്കിൾസിനൊപ്പം കൺതടങ്ങളിൽ നീർക്കെട്ടും കാണാറുണ്ട്. ഇതിനെ പെരി ഓർബിറ്റൽ പഫിനെസ് എന്നാണ് പറയുന്നത്. ഇത് ചർമ്മത്തിനടിയിൽ നീർക്കെട്ടുണ്ടാകുന്നത് കൊണ്ടാണ്. പലപ്പോഴും രാവിലെ ഉറക്കമൊഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഉപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുമ്പോഴോ ആയിരിക്കാം ഇത് കാണുന്നത്. ഇനി ഡാർക്ക് സർക്കിൾസിന്റെ രൂപീകരണത്തിന് കാരണമായ ഘടകങ്ങളിലേക്ക് നയിക്കുന്ന അനുബന്ധ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പാരമ്പര്യമായ ഘടകങ്ങൾ, അമിതമായി സൂര്യതാപം ഏൽക്കുന്നത്, പലതരം അലർജികൾ, കണ്ണിലൊഴിക്കുന്ന മരുന്നിനോടുള്ള അലർജി, സൗന്ദര്യവർദ്ധക വസ്തുക്കളോടുള്ള അലർജി, കൂടാതെ അലർജി മൂലമുണ്ടാകുന്ന സ്ഥിരമായ ചൊറിച്ചിലും കറുപ്പ് നിറത്തിലേക്ക് നയിക്കാവുന്നതാണ്. എന്നാൽ കുട്ടികളിൽ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ കരപ്പൻ എന്ന അവസ്ഥയാണ് ഡാർക്ക് സർക്കിൾസുമായി ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവ കൂടാതെ പലതരം മരുന്നുകൾ, ഈസ്ട്രജൻ അടങ്ങിയ മരുന്നുകൾ, ഗർഭനിരോധന ഗുളികകൾ, ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി, ചില വേദന സംഹാരികൾ തുടങ്ങിയവ, തൈറോയിഡുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങൾ, ഹൈപ്പർ തൈറോയിഡിസം, വിളർച്ച, പോഷകാഹാരക്കുറവ്, ഉറക്കക്കുറവ്, നിർജ്ജലീകരണം, കൂടാതെ സ്ഥിരമായ മൊബൈൽ, കമ്പ്യൂട്ടർ സ്ക്രീൻ ഉപയോഗവും കണ്ണിന്റെ കാഴ്ചശക്തിയിലെ ചില ന്യൂനതകളും കണ്ണിന് ചുറ്റുമുള്ള പേശികൾക്ക് ബലക്കുറവ് ഉണ്ടാക്കുകയും ഇത് ഡാർക്ക് സർക്കിൾസ് രൂപീകരണത്തിലേക്ക് നയിക്കാവുന്നതുമാണ്. കൂടാതെ പുകവലി, മദ്യപാനം എന്നിവയും ഡാർക്ക് സർക്കിൾസ് രൂപീകരണത്തിൽ പങ്കുവഹിക്കുന്നു. ഇനി എന്താണ് ഡാർക്ക് സർക്കിൾസിന്റെ ചികിത്സ എന്ന് നോക്കാം. ചികിത്സ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഡാർക്ക് സർക്കിൾസ് രൂപീകരണത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. മെലാനിൻ അടിഞ്ഞുകൂടിയത് മാത്രമാണോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മറ്റു ഘടകങ്ങൾ കൂടി ഉണ്ടോ എന്ന് തിരിച്ചറിയണം. അതിനനുസരിച്ച് വേണം ചികിത്സ തിരഞ്ഞെടുക്കേണ്ടത്. ഡാർക്ക് സർക്കിൾസ് എന്ന അവസ്ഥയുടെ ചികിത്സയെ നമുക്ക് ഇനി പറയുന്ന രീതിയിൽ ചർച്ച ചെയ്യാം. 1. ഡാർക്ക് സർക്കിൾസ് ഉള്ളവരെല്ലാം പൊതുവായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അമിതമായി സൂര്യതാപം ഏൽക്കുന്നത് കുറയ്ക്കുക അഥവാ സൺ പ്രൊട്ടക്ഷൻ. ഇതിനുവേണ്ടി സൺസ്ക്രീനിന്റെ ശരിയായ ഉപയോഗം ശീലമാക്കുക. സൺഗ്ലാസ്, കുട, തൊപ്പി എന്നിവ ഉപയോഗിക്കുക. നന്നായി ഉറങ്ങുക, 6 മുതൽ 8 മണിക്കൂർ ഉറക്കം. നന്നായി വെള്ളം കുടിക്കുക. പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കുക. പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുക. ഇനി കറുത്ത നിറം കുറയ്ക്കുവാനായി എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം. ലൈറ്റനിങ് ക്രീംസ് ആണ് ഏറ്റവും പ്രധാനമായ ചികിത്സ. പല ഘടകങ്ങൾ അടങ്ങിയ ലൈറ്റനിങ് ക്രീംസ് ഇന്ന് ലഭ്യമാണ്. ഇതിനു പുറമെ കെമിക്കൽ പീൽസ് എന്നതാണ് മറ്റൊരു ചികിത്സാ രീതി. ഇവിടെ ചർമ്മത്തിന്റെ ഉപരിതലത്തിലുള്ള സെല്ലുകൾ നിയന്ത്രിതമായി നീക്കം ചെയ്യുന്നതിലൂടെ കറുത്ത നിറം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ പലതരം ലേസറുകളും ഇന്ന് ലഭ്യമാണ്. ഇനി കുഴിവിനും ചുളിവുകൾക്കും വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഫില്ലറുകൾ ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ്. ഹൈൽറോണിക് ആസിഡ് പോലെയുള്ള ഫില്ലറുകൾ കുഴിവിലേക്ക് നിറയ്ക്കുന്നത് സഹായകരമാകും. കൂടാതെ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി അഥവാ PRP, ഇവിടെ രോഗിയുടെ തന്നെ രക്തം എടുത്ത് അതിൽ നിന്നും പ്ലാസ്മ വേർതിരിച്ച് ഇവിടെ കുത്തിവെക്കുന്ന ഒരു ചികിത്സാ രീതിയാണ്. കൂടാതെ മൈക്രോ നീഡ്ലിംഗ്, അതായത് ഉപരിതലത്തിൽ നിയന്ത്രിതമായി മുറിവുണ്ടാക്കി കൊളാജൻ തുടങ്ങിയ ഘടകങ്ങളുടെ ഉൽപാദനം കൂട്ടുന്നതും, ഫാറ്റ് നിറയ്ക്കുന്ന ഓട്ടോലോഗസ് ഫാറ്റ് ട്രാൻസ്പ്ലാന്റ് എന്നത് മറ്റൊരു ചികിത്സാ രീതിയുമാണ്. ചുരുക്കത്തിൽ ഡാർക്ക് സർക്കിൾസ് എന്ന അവസ്ഥ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകാം. യഥാർത്ഥ കാരണം എന്താണെന്നറിഞ്ഞ് അത് ചികിത്സിക്കുകയും അതിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ആരോഗ്യകരമായ ജീവിതത്തിന് ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരേണ്ടതും ഉണ്ട്.